ഒന്ന് കാണിച്ചു ഗൈസ് നോക്കിയതാ. മുട്ടയിൽ തന്നെ 2 തരം മുട്ട കാണുന്നു. അതെന്ത് കഥ? ആൺമുട്ടയും പെൺമുട്ടയും. ഏന് കൂടുതൽ ടേസ്റ്റ്? നിങ്ങൾ പറയും പെണ്ണുമുട്ടക്കെന്ന്. അല്ല, ആൺമുട്ടക്കാന്ന് മത്തിന്റെ മുട്ടക്ക് ടേസ്റ്റ്. നീ അറിഞ്ഞോ? അല്ല, ആൺമുട്ടയാണ്. മത്തിന്റെ ആൺമുട്ടക്ക് ഉണ്ടല്ലോ എന്തോ ഒരു ടേസ്റ്റ്. ഏതൊരു സാധനം എടുത്തു കഴിഞ്ഞാലും അതായത് സൗന്ദര്യം, ടേസ്റ്റ് എല്ലാം ആണിനാണ്, പെണ്ണിനല്ല. നിങ്ങൾ വിചാരിക്കേണ്ട, എല്ലാം നിങ്ങൾക്ക്. ഗൈസ്, ഞങ്ങളിപ്പോൾ മത്തി മഞ്ഞത്തണ്ണിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. മത്തി മഞ്ഞത്തണ്ണി എന്ന് പറഞ്ഞാൽ കാസർഗോഡിൻ്റെ ഒരു അഹങ്കാരമാണ്. കാസർഗോഡിൽ മാത്രം കാണാറുള്ള ഒരു മത്തി മഞ്ഞത്തണ്ണിയാണ്. നിങ്ങൾ ദുനിയാവിൻ്റെ ഏത് കോണയിൽ പോയി കഴിഞ്ഞാലും ചിരിക്കേണ്ടത് കിട്ടിയില്ല. ഇല്ലാന്ന് മത്തി മഞ്ഞത്തണ്ണി കിട്ടിയില്ല. അത് കാസർഗോഡ് മാത്രം കാണാറുള്ള ഒരു മഞ്ഞത്തണ്ണിയാണ് ഗൈസ്, മത്തി മഞ്ഞത്തണ്ണി. ഇതാണ് നോക്കിയത് ഗൈസ്, മുട്ടയാണ് ഗൈസ്, മുട്ട. ഒരു ബാറ്റമ്പിലാവാനില്ല. ഈ കുരുമുളക് എന്ന് പറഞ്ഞാൽ തണുപ്പ്, ബാറ്റൊക്കെ തണുപ്പ് സെക്യൂറ. കുരുമുളക് യൂസ് ചെയ്യും. വേറെ സ്വഭാവം എന്ന് പറഞ്ഞെങ്കിലേ ചോന്ന മോള് കണ്ടാൻ കഴിയില്ല. അപ്പം ഭാര്യക്ക് ഒരുത്തിയിലിട്ടിട്ടില്ലേ കാറിങ്ങനെ മഞ്ഞത്തണ്ണി ആക്കല്. അതുപോലെ തന്നെ ഇങ്ങനത്തെ മുളിനെ വാരിയിട്ടിട്ട് അപ്പളേക്കപ്പം ഉറപ്പാണ് ഈ പരിപാടി തന്നെയാണ്. ആ ഫ്രിഡ്ജിൽ വെക്കുന്ന മതിയായതുകൊണ്ട് കുറച്ചൊരു സമാധാനമുണ്ട്. യെസ്, അങ്ങനെ ഇതാ മഞ്ഞത്തണ്ണി റെഡി ആയിക്കൊണ്ടുണ്ട്. ഇതാ അതിലേക്ക് മീൻ ഇടുന്നുണ്ട്, മീൻ മസാല. യെസ് യെസ്, മഞ്ഞത്തണ്ണി റെഡി. കാസർഗോട്ടെ ഏറ്റവും ഫേമസ് ആയ ഐറ്റംസ് നമ്മളെ മത്തി മഞ്ഞത്തണ്ണിയാണ് ഗൈസ്. മുട്ട അടുപ്പത്തുനിന്ന് കീച്ച് ഇതാ മത്തി ഫ്രൈക്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല ആരോഗ്യത്തിന്റെ രഹസ്യം നമ്മളെ തെളിയാണ് ഗൈസ്. തെളി തന്നെ തുടങ്ങാൻ പറ്റും. വാവ്, അതാ മത്തി മഞ്ഞത്തണ്ണിയിലെ മത്തി നോക്കിയത് ഗൈസ്. യെസ്, ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ തിന്നണ്ടേ, ഇങ്ങനെ പിടിക്കാം. ഇതാ ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. വാവ്, എന്താ രസം. ഇനി ആണ് മോനെ മുട്ട, ആൺമുട്ട പെൺമുട്ട. യെസ്, ഏതായാലും സാരമില്ല, കുഴപ്പമില്ലതാ നോക്കിയതാ. എന്ത് പറയണമെന്ന് അറിയുന്നില്ല ഗൈസ്. വാട്ട് എ ഫാന്റാസ്റ്റിക്, വാ സെറ്റ് ഗൈസ്, സെറ്റ്.